അജിന്ത്, ഇതിപ്പോൾ കാര്യവട്ടം ക്യാമ്പസിനെ കുറിച്ച് രജിസ്ട്രാറുടെ റിപ്പോർട്ട് ഇപ്പോൾ വൈസ് ചാൻസലർക്ക് കൈമാറിയിട്ടുണ്ട്. അതിൽ നിന്ന് മാധ്യമങ്ങൾക്ക് ലഭിച്ച സൂചനകൾ അനുസരിച്ച് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ ക്യാമ്പസിൽ KSU ആരോപിച്ച ഇടിമുറി 121 നമ്പർ മുറി എന്ന് പറയുന്നത് ഒരു റിസർച്ച് സ്കോളറുടേതാണ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ വാദം ശരിയാണ് എന്നാണോ വരുന്നത്? തീർച്ചയായിട്ടും അതിനകത്ത് ഒരു സംശയവുമില്ല. SFI നേരത്തെ തന്നെ പറഞ്ഞതുപോലെ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന നേതാക്കളും നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കാര്യവട്ടം ക്യാമ്പസിൽ മാത്രമല്ല ഒരു ക്യാമ്പസിനകത്ത് ഇത്തരത്തിലുള്ള ഇടിമുറികൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് കാര്യവട്ടം ക്യാമ്പസിനകത്ത് നടന്നിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഇടിമുറി ഉണ്ട് എന്നുള്ളത് 2024 ജൂലൈ 2-നാണ് ഇവിടെ KSU ആരോപണമായി മുന്നോട്ട് പറയുന്നത്. KSUവിൻ്റെ യൂണിറ്റ് ദീർഘകാലമായി കാര്യവട്ടം ക്യാമ്പസിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. KSU കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായി അടുപ്പിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ അവരെ പരാജയപ്പെടുത്തുന്നുണ്ട്. അന്നൊന്നും ഇത്തരത്തിലുള്ളൊരു ഇടിമുറി ഉണ്ടെന്നുള്ള വാദം KSUവിന് മുന്നോട്ട് വയ്ക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇടിമുറി എന്ന വാദം പോട്ടെ, മറിച്ച് ഏതെങ്കിലും ഒരു ഇടി കാര്യവട്ടം ക്യാമ്പസിൻ്റെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് വെച്ച് ഏതെങ്കിലും ഒരു KSUക്കാരന് നേരെ ഉണ്ടായിട്ടുണ്ടെന്ന് ആരോപിക്കാനോ ഒരു പരാതി കൊടുക്കാൻ പോലുമോ ഇത്ര കാലമായിട്ട് തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ളൊരു പരാതിക്കുള്ളൊരു സംഭവം നടന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന സാൻജോസ് എന്ന് പറയുന്ന 2ാം PG എടുക്കുന്ന ഈ പറയുന്ന KSUവിൻ്റെ ജില്ലാ സെക്രട്ടറി ഇതിന് മുന്നേ 2 വർഷം ക്യാമ്പസിനകത്ത് പഠിച്ചിട്ടുണ്ടല്ലോ. അന്ന് KSUവിൻ്റെ പ്രവർത്തനത്തിൽ സജീവമായി തന്നെ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടല്ലോ. അന്നൊന്നും ഇദ്ദേഹത്തിന് നേരെ എന്താ ഇത്തരത്തിലുള്ളൊരു ആക്രമണം നടക്കാതിരുന്നത്? അതല്ലേ ആദ്യം പരിശോധിക്കേണ്ടത്. അജിന്ത്, ഈ കാലം അത്രയും കാര്യവട്ടം ക്യാമ്പസിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത കാര്യം തന്നെയാണ്. അജിന്ത് ഒരുപക്ഷെ പറഞ്ഞതുപോലെ ഒരുപാട് പേർ പല രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടൊപ്പം നിൽക്കുന്നവർ ഉൾപ്പെടെ മാധ്യമങ്ങളിലുള്ളവർ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ളവരൊക്കെ ഗവേഷണം ചെയ്യുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പസാണ് കാര്യവട്ടത്തെ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. ആ ക്യാമ്പസിൽ നിന്ന് ഒരിക്കലും ഒരു KSUക്കാരനോ SFIക്കാരനോ അല്ലെങ്കിൽ തിരിച്ചോ ഒക്കെ ആക്രമിച്ച് വല്ലാത്ത രീതിയിൽ കലാപം ഉണ്ടാക്കിയിരിക്കുന്നു എന്നൊരു പരാതി ഇക്കാലം അത്രയും കേട്ടിട്ടില്ല. അവിടെയാണിത് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ തുരുതൂരെ എന്ന് പറയാവുന്ന രീതിയിൽ കഴിഞ്ഞ അടുത്ത കാലത്തായിട്ട് നിയമസഭയിൽ വരെ കാര്യവട്ടം ക്യാമ്പസിൻ്റെ ഹോസ്റ്റലിനെ കുറിച്ച് വരെ ഈ രീതിയിലുള്ള പരാതി ഇപ്പോൾ പുറത്തു വന്നത്. രജിസ്ട്രാർ ഇപ്പോൾ അത് അന്വേഷിച്ച് അങ്ങനൊരു സംഭവമില്ല, അത് സർവകലാശാലയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഇങ്ങനെ ഉണ്ടായ പരാതി എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ കൃത്യമായൊരു ഗൂഢാലോചനയുണ്ട് എന്ന് അജിന്ത് കാണുന്നുണ്ടോ? തീർച്ചയായും ഇത് ഗൂഢാലോചന എന്ന് പറയുന്നത് കേവലം കാര്യവട്ടം ക്യാമ്പസിലെ KSU യൂണിറ്റിൻ്റെ മാത്രം തലയിലുദിച്ച ഒരു ഗൂഢാലോചനയായിട്ട് കാണുന്നില്ല. മറിച്ച് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ, പ്രത്യേകിച്ച് വിൻസെൻ്റ് MLA ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വലിയ സ്ക്രിപ്റ്റഡ് നാടകം നടന്നത്. വലിയ രീതിയിലുള്ള തിരക്കഥ ഒരുക്കിയിരുന്നു, വലിയ രീതിയിലുള്ള സംവിധാനം അതിൻ്റെ പുറത്തുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്കാണ് സത്യങ്ങൾ എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ, വസ്തുതകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ സ്ക്രിപ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ ഫസ്റ്റ് ഇയേഴ്സ് വരുന്ന പുതിയ കുട്ടികൾ വരുന്നതിൻ്റെ തലേ ദിവസം നവാഗതർക്ക് സ്വാഗതവുമായി ബന്ധപ്പെട്ട് SFI പ്രവർത്തകരും KSU പ്രവർത്തകരും സമാധാനപരമായി പ്രവർത്തനം നടന്നു പോകുന്നു. നമ്മൾ മനസ്സിലാക്കണം, 4 ഇയർ ഡിഗ്രി കാര്യവട്ടം ക്യാമ്പസിനകത്ത് തുടങ്ങുമ്പോഴും ഈ പ്രവർത്തനം ഉണ്ടായിരുന്നു. അന്നൊന്നും ഇത്തരത്തിലുള്ള അക്രമം നേരിടാൻ KSU വലിയ രീതിയിൽ പ്രചരണം നടത്തിയിട്ടുണ്ടായിരുന്നു. SFIയും വമ്പിച്ച രീതിക്കകത്തുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അന്നൊന്നും ഇത്തരത്തിലുള്ളൊരു സംഘർഷമോ വാക്തർക്കങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇതിന് അടിസ്ഥാനപരമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ക്യാമ്പസിനകത്ത് രാത്രി 10 മണിക്ക് ശേഷം ക്യാമ്പസിലെ വിദ്യാർത്ഥിയല്ലാത്ത പുറത്തു നിന്നുള്ള ഒരു ആൾ ക്യാമ്പസിനകത്ത് സംഘർഷം സൃഷ്ടിക്കാൻ വേണ്ടി വന്നു എന്നുള്ളതാണ് ഇതിനകത്തെ ആദ്യത്തെ പോയിന്റ്. അത് എന്തുകൊണ്ട് KSUക്കാരോ മാധ്യമങ്ങളോ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട ചോദ്യം. ഈ നാടകത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നം നടന്ന് ഇവർ ഹോസ്റ്റൽ ആക്രമിച്ച ഉടൻ തന്നെ
ആ ഹോസ്റ്റൽ ഗേറ്റിന് അകത്തേക്ക് KSU കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ആൾ ഫോർച്യൂണർ കാറിൽ വന്നിറങ്ങി ഒരു പറ്റം ബൈക്കുകളുടെ അകമ്പടിയോടുകൂടി ക്യാമ്പസിനകത്തേക്ക് ഇടിച്ചു കയറാൻ വേണ്ടി ശ്രമിച്ചത്. അതേ നിമിഷം തന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോയപ്പോൾ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും വിൻസെൻ്റ് MLAയും ചാണ്ടി ഉമ്മൻ MLAയും ഒക്കെ ഈ പ്രശ്നം നടക്കുന്ന അതേ സന്ദർഭത്തിൽ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി എന്നുള്ളത് എല്ലാം ഒരു സ്ക്രിപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നടന്നതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നേരത്തെ ഡോക്ടർ ലാൽ പറഞ്ഞ പോലെ തന്നെ നേരത്തെ നമ്മൾ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, ഒരു കുഴപ്പവുമില്ലാതെ ഷർട്ടൊന്ന് ചുളുങ്ങ പോലും ചെയ്യാത്ത രീതിയിൽ കാണപ്പെട്ട സാൻജോസിനെ പിന്നീട് പോലീസ് വരണമെന്ന് SFI വാശി പിടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതായിരുന്നു. അതായത് പോലീസിന് കൈമാറിയില്ലെങ്കിൽ സാൻജോസിന് ഇതിലും ഗുരുതരമായ പരിക്കുകൾ സംഭവിച്ചേനെ. കാരണം KSU പ്രവർത്തകരുടെ കയ്യിൽ ഏർപ്പെട്ട സാൻജോസിനെ KSU തന്നെ മാരകമായ പരിക്കേൽപ്പിച്ച് ഇതിലും ഗുരുതരാവസ്ഥയിലാക്കുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വന്നാൽ മാത്രമേ ഇദ്ദേഹത്തെ സെക്യൂരിറ്റിയുടെ കയ്യിൽ നിന്നും തിരിച്ചേൽപ്പിക്കാൻ പാടൂ എന്ന് ഞങ്ങൾ സെക്യൂരിറ്റിയോട് കർശനമായി പറയുന്ന സാഹചര്യം ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ പോയ ബൈറ്റ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ബട്ടൺസൊക്കെ ആകെ ഊരി ആകെ തളർന്ന് അവശനായി കിടക്കുന്ന ഗംഭീര നടനെ പോലെ സാൻജോസ് പെരുമാറുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും.